Tune of Islah online Islamic channel. മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം. ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വേദിയിലെ ബഹുമാന്യരായ എൻ്റെ ഗുരുവര്യന്മാരെ, നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ അലവി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവചരിത്രത്തെ അനുസ്മരിക്കുന്ന ഒരു വേദിയിലാണല്ലോ നാം ഇപ്പോഴുള്ളത്. ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളും അനുവർത്തിക്കേണ്ട ശൈലിയും നിലപാടും എന്തായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അലവി മൗലവി സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. സമകാലിക സാഹചര്യത്തിൽ പത്രമാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഏറെ ചർച്ചയ്ക്ക് വിഷയമായ ഒന്നാണ് ബഹുസ്വരത എന്നത്. ബഹുസ്വരത ചർച്ചയ്ക്ക് വിഷയമാകാൻ പല കാരണങ്ങളിൽ ഒന്ന്, ഇസ്ലാം ബഹുസ്വരതയോട് യോജിക്കുന്നില്ല എന്നും രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ബഹുസ്വരതക്കും ഇസ്ലാം ഒരു വെല്ലുവിളിയാണ് എന്നുമുള്ള ഒരു തെറ്റായ ധാരണ ഈ ബഹുസ്വരത എന്ന വിഷയം ഇടക്കിടക്ക് ചർച്ചയാകാൻ കാരണമായിട്ടുണ്ട്. അതിലേക്ക് സഹായകമാകുന്ന വിധത്തിൽ ജനാധിപത്യം, മതേതരത്വം, ബഹുസ്വരത, ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുമായുള്ള സഹവർത്തിത്വം, അവരുമായുള്ള സൗഹൃദ ബന്ധങ്ങൾ, ഇതൊക്കെ പലപ്പോഴായി നമ്മുടെ നാട്ടിൽ പല രൂപത്തിലും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഈ ചർച്ചകളിൽ ചിലതൊക്കെ വളരെ അപകടം പിടിച്ചതും സമൂഹത്തിൽ വളരെയേറെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഈ ബഹുസ്വരതയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു? അതിനെ നിരാകരിക്കുകയാണോ, അതിനെ ഉൾക്കൊള്ളുകയാണോ, അത് നിലനിൽക്കുവാനുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയാണോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ബഹുസ്വരത എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ മതത്തിൻ്റെയോ മേഖലയിൽ മാത്രമല്ല, പ്രകൃതിയിലുള്ളതെല്ലാം ബഹുസ്വരതയുടെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. വിശുദ്ധ ഖുർആനിന്റെ 30-ാം അധ്യായം സൂറത്തുർ റൂം പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന വൈവിധ്യങ്ങളായ ബഹുസ്വരതകളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തമായിട്ടാണ് എണ്ണി പറഞ്ഞിരിക്കുന്നത്. വമിൻ ആയാത്തിഹി എന്ന് തുടങ്ങുന്ന ഒട്ടനവധി ആയത്തുകളാണ് ഖുർആനിലെ സൂറത്ത് റൂമിൽ കാണാൻ സാധിക്കുന്നത്. ഈ ആയത്തുകളിൽ മിക്ക ആയത്തുകളും പ്രകൃതിയിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന, സംവിധാനിച്ചിരിക്കുന്ന വൈവിധ്യങ്ങളെയും ബഹുസ്വരതയുമാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഭാഷാ വൈവിധ്യമുണ്ട്, പ്രകൃതിയിലെ വിഭവങ്ങളുടെ വൈവിധ്യമുണ്ട്, അതുപോലെ തന്നെ മറ്റു പല നിലക്കുമുള്ള വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നിലക്ക് പറയുമ്പോൾ ഖുർആൻ ഈ വൈവിധ്യങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് അതിനെ നശിപ്പിക്കണം എന്ന അർത്ഥത്തിലല്ല, ഇവിടെ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും.
ഇസ്ലാമിലെ മാതൃകാ പുരുഷൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ തിരുമേനിയുടെ ജീവിതത്തിൽ എന്താണോ ഉണ്ടായത് അതാണ് ലോകത്ത് അവസാനം വരെയും ജനിക്കാനിരിക്കുന്ന വിശ്വാസികൾ, മുസ്ലിങ്ങൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ഇന്ന് നാം ജീവിക്കുന്ന ഇന്ത്യയുടെ പ്രത്യേകത അനേകം വൈവിധ്യങ്ങളായ മതങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നു എന്നതാണ്. ലോകത്ത് മറ്റൊരു പ്രദേശത്തും കാണാൻ സാധിക്കാത്ത വിധം വൈവിധ്യങ്ങളുടെ ആധിക്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ വൈവിധ്യങ്ങളുടെ ആധിക്യമുള്ള രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വൈവിധ്യങ്ങളുടെ ആധിക്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ, അത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയത് മദീനയിലേക്കാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയി എത്തുമ്പോൾ മദീനയിലെ അവസ്ഥ എന്താണ്? അതൊരു ഏക സംസ്കാരത്തിന്റെ ഏക മത കേന്ദ്രമായിട്ടായിരുന്നില്ല, മറിച്ച് ഇന്ന് നമ്മൾ പറയുന്ന ബഹുസ്വര സമൂഹത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ട ഒരു നാടായിരുന്നു. അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, അവിടെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുണ്ടായിരുന്നു, അറബി ഗോത്രങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരുമുള്ള വിവിധ വിശ്വാസങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് പ്രവാചകൻ തിരുമേനി ഹിജറ പോയി എത്തിയപ്പോൾ ആ ബഹുസ്വരതയെ എങ്ങനെ ഇസ്ലാമിന്റെ വികസനത്തിനും വിജയത്തിനും സാധ്യമാക്കിയെടുക്കാമെന്ന നിലപാടായിരുന്നു, ശൈലിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ഇസ്ലാമിക ചരിത്രം നമ്മൾ ഇന്നും വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. വസീഖത്തുൽ മദീന, മദീന എഗ്രിമെന്റ് എന്ന പേരിൽ അഥവാ മദീന കരാർ എന്ന പേരിൽ. എപ്പോഴായിരുന്നു മദീന കരാർ ഉണ്ടാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലെത്തിയതിനു ശേഷം മദീനയിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ 2-3 തലങ്ങളിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവിടെയുണ്ടായിരുന്ന ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുമായി മുസ്ലിങ്ങൾക്കുണ്ടാക്കിയ സ്നേഹ സമന്വയത്തിന്റെ സന്ധിയായിരുന്നു, ബന്ധമായിരുന്നു. ഈ മദീന കരാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മദീനക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ അവരെ സഹായിക്കില്ല, നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ അവരെ സഹായിക്കില്ല, ഞങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങളും സഹായിക്കാൻ പാടില്ല. ഈ കരാറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെയുള്ള സമൂഹത്തെ പറ്റി പറയുന്നത് വനഹ്നു ഉമ്മത്തുൻ വാഹിദ, വനഹ്നു ഉമ്മത്തുൻ വാഹിദ. ജൂതന്മാരും ക്രിസ്ത്യാനികളും അറബികളും മുസ്ലിങ്ങളും ഒക്കെ ആയിരിക്കുന്ന നമ്മൾ ഒരൊറ്റ സമുദായക്കാരാകുന്നു. വൈവിധ്യ സംസ്കാരത്തെയും ഒരു വേള വൈരുദ്ധ്യമായ വിശ്വാസത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തെ പോലും ഒരൊറ്റ സമൂഹമാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന അതിമഹത്തായ കാഴ്ചയാണ് മദീന കരാറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ കുടുംബത്തിൽ മാതാപിതാക്കൾ ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? മാതാപിതാക്കൾ ഇസ്ലാം സ്വീകരിക്കാത്ത ഇതര മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന മുസ്ലിമായ ഉമ്മയോടും ബാപ്പയോടും എങ്ങനെയാണോ നാം അനുവർത്തിക്കുന്നത്, എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത്, അതേ രൂപത്തിലുള്ള പെരുമാറ്റമായിരിക്കണം. അതാ ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ഛേ എന്ന് മുസ്ലിമായ മാതാവിനോടും പിതാവിനോടും പറയാൻ പാടില്ല എന്ന പോലെ തന്നെയാണ് മാതാവ് അമുസ്ലിമാണെങ്കിൽ അവരോടും പറയാൻ പാടില്ല എന്നത്. അപ്പോൾ ഒരു കുടുംബം, ഒരു വീടിന്റെ ഉൾഭാഗം, അതിൽ മക്കൾ മുസ്ലിങ്ങളും മാതാപിതാക്കൾ ഇതര മതത്തിൽപ്പെട്ടവരും, അതല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ ഇതര മതത്തിൽപ്പെട്ടവർ, എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവരുടെ മതവും ജാതിയും നോക്കി പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാക്കാൻ പാടില്ല. ഇത് എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, മാതാവാണ്, പിതാവാണ്, ഞാൻ അവരോട് എങ്ങനെ പെരുമാറണം? വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. ഖുർആനിന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ ഏറ്റവും മാന്യമായ രൂപത്തിലായിരിക്കണം നീ അവരോട് പെരുമാറേണ്ടത്. മുസ്ലിമായ മാതാവിനും പിതാവിനും ഭക്ഷണം നൽകുന്ന പോലെ, വസ്ത്രം നൽകുന്ന പോലെ,
മരുന്ന് നൽകുന്നത് പോലെ, പരിചരണം നൽകുന്നത് പോലെ, പരിഗണന നൽകുന്നത് പോലെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്കും നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, നമ്മൾ സാധാരണ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, സൂറത്ത് മാഇദയിലെ 2-ാമത്തെ ആയത്താണത്. ഈ ആയത്തിന് ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ആയത്തിന്റെ മുകൾ ഭാഗത്ത്, അതൊരു വലിയ ആയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിന്റെ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നത് മക്കയിലുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനെയും സ്വഹാബാക്കിറാമിനെയും തടഞ്ഞിരുന്ന ഒരു വേളയിൽ, ആ സന്ദർഭത്തിൽ അവരോട് ഇതേ രൂപത്തിൽ തിരിച്ചടിക്കുവാൻ, അതിക്രമം കാണിക്കുവാനുള്ള ഒരു ചിന്തയെങ്ങാനും ഉണ്ടാകുമോ എങ്കിൽ ആ ചിന്ത പോലും പാടില്ല. നിങ്ങൾ അവരോട് അതിക്രമം കാണിക്കാൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് കാരണമാകാൻ പാടില്ല എന്നതാണ് ഈ ആയത്തിന്റെ തൊട്ടുമേലെ പറയുന്നത്. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം അൻ തഅതദു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അങ്ങനെയാണ് ആ ഭാഗം. മസ്ജിദുൽ ഹറമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്ന കാരണത്താൽ അവരോട് അതിക്രമം കാണിക്കുവാൻ അത് നിങ്ങൾക്ക് കാരണമായിക്കൂടാ. നിങ്ങൾ പരസ്പരം പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക, ശത്രുതയിലും പാപത്തിലും സഹകരിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത് മാത്രം മതി ബഹുസ്വരത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകളോട് ഏത് നിലക്കുള്ള ബന്ധമാണ് പുലർത്തേണ്ടത്, സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ. തആവനു എന്ന് പറഞ്ഞാൽ ഒരാളുടെ സഹകരണമല്ല, പരസ്പരമുള്ള സഹകരണമാണ്. പരസ്പരം ആരൊക്കെ തമ്മിൽ സഹകരിക്കണമോ, പരസ്പരം ആരൊക്കെ തമ്മിൽ നന്മകൾ കൈമാറണമോ, അതൊക്കെയും ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളിലേക്കും ബാധകമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ആയത്തിന്റെ ആശയം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. തന്നെയുമല്ല, മുസ്ലിങ്ങളുമായി നല്ല ബന്ധത്തിൽ കഴിയുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുവാനോ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനോ മുസ്ലിങ്ങളെ യുദ്ധം ചെയ്യുവാനോ ആഗ്രഹിക്കാത്ത ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കാൻ, പുണ്യം ചെയ്തു കൊടുക്കുവാനും അവരോട് നീതി കാണിക്കുവാനുമാണ് ഖുർആൻ കൽപ്പിച്ചത്. അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യണം, അവരോട് നിങ്ങൾ നീതി കാണിക്കണം. ഇതാണ് അല്ലാഹുവിന് ഇഷ്ടം. വിശുദ്ധ ഖുർആൻ ബിർറ് എന്ന പദം പ്രയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, വളരെ പ്രധാനപ്പെട്ട അതിശ്രേഷ്ഠകരമായ നന്മകളിലേക്കാണ് ഖുർആൻ പലപ്പോഴും ഈ ബിർറിനെ ചേർത്തി പറഞ്ഞത്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്കുള്ള നന്മ. അതുപോലെ തന്നെ ലൻ തനാലൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ നിങ്ങൾ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല തുടങ്ങിയിരിക്കുന്ന ബിർറ് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ, ഭാഗങ്ങളൊക്കെ പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ വിഷയത്തിലേക്കാണ് പലപ്പോഴും ഖുർആൻ ഈ ബിർറിനെ ചേർത്തി പറഞ്ഞത് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുമായുള്ള ബന്ധം പറഞ്ഞപ്പോഴും ഖുർആൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദവും ബിർറിന്റെ മറ്റു രൂപമാണ് അൻ തബറൂഹും, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കുക എന്നത്. അപ്പോൾ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന, ഏറെ വൈവിധ്യം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ വിശുദ്ധ ഖുർആൻ ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളോട് അനുവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ അൽ ഇൻസാൻ എന്ന് പറയുന്ന സൂറത്ത്, അദ്ദഹർ എന്നും ആ സൂറത്തിന് മറ്റൊരു പേരുണ്ട്. അതിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ സ്വഭാവ മഹിമകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ഭക്ഷണത്തിനോട്, ഭക്ഷണം എന്ന് പറയുന്ന ഒരു സിമ്പിൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി നാം കരുതുന്ന, നമുക്ക് പ്രിയപ്പെട്ടതായി നാം കരുതുന്ന എന്തൊക്കെ വിഭവങ്ങളുണ്ടോ ആ വിഭവങ്ങളോട് നമുക്ക് അതിയായ താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരിക്കെ തന്നെ അത് മിസ്കീനുകൾക്ക്, യതീമുകൾക്ക്, അസീറുകൾക്ക് നൽകുമെന്നാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അറിയാം,
യത്തീം എന്ന് പറഞ്ഞാൽ അറിയാം, അസീർ എന്ന് പറഞ്ഞാൽ ആരാണ്? യുദ്ധത്തടവുകാർ. ഈ ആയത്ത് അവതരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം യുദ്ധത്തടവുകാരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഖുർആൻ യുദ്ധത്തടവുകാർക്ക് ഭക്ഷണവും മറ്റുള്ള ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുന്നവരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നാം ഏറെ ചിന്തിക്കേണ്ടതാണ്. ഒരു മുസ്ലിം യുദ്ധത്തടവുകാരനും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ പോലും മറ്റുള്ള ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന യുദ്ധത്തടവുകാരാണെങ്കിൽ അവർക്ക് പോലും പുണ്യം ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ പരസ്പരം കേൾക്കുന്ന അമുസ്ലിങ്ങളെ കണ്ടാൽ അവർക്ക് കൈ കൊടുക്കാൻ പാടില്ല, അവരോട് ചിരിക്കാൻ പാടില്ല, അവരെ സുഹൃത്തുക്കളാക്കാൻ പാടില്ല, അവരെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിശ്ചയിക്കാൻ പാടില്ല, അവരുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഈ അതിവാദം അത് ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കാത്തതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഒട്ടനവധി ആയത്തുകൾ, അതിലേറെ ചരിത്ര സംഭവങ്ങൾ കണ്ടെത്താൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജെറൂസലം യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അൽ ഖിയാമ എന്ന് പറയുന്ന ചർച്ചിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ വെച്ച് നമസ്കരിക്കാം. ദീർഘവീക്ഷണമുള്ള ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങാനും ഇപ്പോൾ ഇവിടെ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ അനുയായികൾ, പിൻതലമുറക്കാർ പിന്നീട് ഒരു അവകാശവാദം ഉന്നയിക്കും. എന്താണത്? ഞങ്ങളുടെ ഖലീഫ നമസ്കരിച്ചിരിക്കുന്ന കേന്ദ്രമാണ്, അത് ഞങ്ങൾക്ക് വിട്ടുകിട്ടണം. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അവകാശവാദത്തെ പേടിച്ചുകൊണ്ട് അവിടെ നമസ്കരിച്ചില്ല. എന്താണ് ഈ ചരിത്രത്തെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? ഒരു ചർച്ചായി നിലനിൽക്കണം. ആ ചർച്ചിനെ ഒരു പള്ളിയാക്കി മാറ്റാനുള്ള ചിന്തയായിരുന്നില്ല. അഥവാ ചർച്ചിന്റെ സംസ്കാരം ഒന്ന് മറ്റൊന്നാണ്, പള്ളിയുടെ സംസ്കാരം വേറെയാണ്, അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സംസ്കാരം മറ്റൊന്നാണ്. ഈ വൈവിധ്യങ്ങളായ സംസ്കാരമാണ് നമ്മൾ ബഹുസ്വരത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ചർച്ചിന്റെ സംസ്കാരത്തെ മാറ്റി അതൊരു പള്ളിയുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വേള ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചിരുന്നെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. എന്റെ ശേഷം വരുന്ന അനുയായികൾ ഖലീഫ നമസ്കരിച്ചിരിക്കുന്ന കേന്ദ്രമാണ് അത് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നമസ്കരിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ബഹുസ്വരതയെ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചതുപോലെ പ്രാവർത്തികമായ രൂപത്തിൽ പ്രായോഗിക തലത്തിൽ ഖലീഫമാരും പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു എന്ന വസ്തുതയാണ്. ഇനി ഇസ്ലാമിന് ഭൂരിപക്ഷം ലഭിക്കുകയും മുസ്ലിങ്ങൾക്ക് അധികാരം ലഭിക്കുകയും ചെയ്ത പ്രദേശത്ത് പോലും അന്യ സംസ്കാരങ്ങളെ ഇല്ലാതാക്കുകയോ അന്യമതക്കാരെ ആട്ടിയോടിക്കുകയോ ചെയ്തില്ലെന്നു മാത്രമല്ല, ഇസ്ലാമിന് ഭരണം ലഭിക്കുന്നതിന് മുൻപ് ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരുടെ ആരാധനയും ആചാരവും വിശ്വാസവും ഒക്കെ എങ്ങനെയായിരുന്നോ സ്വീകരിച്ചത്, ജീവിതത്തിൽ പുലർത്തിയത്, അതിനേക്കാൾ സുരക്ഷിതമായി നിർഭയത്വത്തോടുകൂടെ അവർക്ക് ജീവിതത്തിൽ പുലർത്താൻ സാധിച്ചു. ജിസിയ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എന്താണ് ജിസിയ? ബ്രിട്ടീഷുകാർ ചരിത്രം എഴുതിയപ്പോൾ ജിസിയെ സംബന്ധിച്ച് തെറ്റായ രൂപത്തിലാണ് പരാമർശിച്ചത്. അമുസ്ലിങ്ങളായി ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ ഒരു രണ്ടാം പൗരന്മാരായി കാണുന്നതിനു വേണ്ടി ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഉച്ചനീചത്വ സമ്പ്രദായത്തിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് പലരും ജിസിയെ വിശദീകരിച്ചത്. എന്നാൽ ജിസിയ അങ്ങനെയാണോ? അല്ല. ജിസിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഭരിക്കുന്ന, മുസ്ലിങ്ങൾ ഭരണം നടത്തുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അവരുടെ മതവിശ്വാസം, മത ആചാരം, മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഇസ്ലാമിക ഭരണകൂടം നൽകുന്ന പ്രൊട്ടക്ഷനാണ് സംരക്ഷണം. ആ സംരക്ഷണത്തിനു പകരം അവർ ഇസ്ലാമിക ഗവൺമെന്റിന് നൽകേണ്ട പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ ജിസിയ എന്ന് പറയുന്നത്. അഥവാ ബഹുസ്വരതയെ ഇസ്ലാം അംഗീകരിക്കുന്നു എന്നതിന്റെ ഒന്നാം തരം തെളിവാണ് ജിസിയ സമ്പ്രദായം. എവിടെ? ഇസ്ലാമിന് ആധിപത്യമുള്ള, ഇസ്ലാമിന് ഭരണമുള്ള, സൈന്യവും മറ്റെല്ലാവിധ സംവിധാനവും ഇസ്ലാമിന്റെ കയ്യിൽ പൂർണ്ണമായി വന്ന പ്രദേശത്ത് പോലും ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായ സ്വാതന്ത്ര്യം,
വിശ്വാസപരമായ സ്വാതന്ത്ര്യം ഇസ്ലാം അംഗീകരിച്ചിരുന്നു. ഇനി ഈ ബഹുസ്വരതയെ അംഗീകരിക്കാത്തതായിരുന്നു ഇസ്ലാമെങ്കിൽ എന്തിനാണ് ജിസിയ നടപ്പിലാക്കിയത്? വിശുദ്ധ ഖുർആനിൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ജിസിയയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാമർശങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, അങ്ങനെയാണെങ്കിൽ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും മുസ്ലിങ്ങൾക്കും ഭരണകൂടം സംരക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ട് മുസ്ലിങ്ങൾ ജിസിയ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജിസിയക്ക് സമാനമായ മറ്റെന്തെങ്കിലും അവർ ഭരണകൂടത്തിന് നൽകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സക്കാത്ത് ഈ മേഖലയിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വർഷത്തിൽ ഈടാക്കിയിരിക്കുന്ന ജിസിയ അത് 12 ദീനാറോ മറ്റോ ആയിരുന്നു. അല്പസ്വല്പം സാമ്പത്തികമായി മെച്ചമുള്ള ആളുകളിൽ നിന്ന് അതിനനുസരിച്ചും അല്ലാത്തവരിൽ നിന്ന് ഓരോ ദീനാറുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. എന്നാൽ സക്കാത്ത് അങ്ങനെയല്ല, അത് നിസ്വാബ് എത്തിക്കഴിഞ്ഞാൽ 2.5% വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ജിസിയ എന്ന് പറയുന്നത് ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ പുച്ഛിക്കുവാനോ അവർക്കൊരു വേർതിരി കൊടുക്കുവാനോ അവരെ 2ാം പൗരന്മാരാക്കുവാനോ ആയിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അവരവർ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തെയും സംസ്കാരത്തെയും ആചാര അനുഷ്ഠാനത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാൻ ഇസ്ലാമിക ഭരണകൂടം നൽകുന്ന സുരക്ഷിതത്വത്തിന് പകരം അവർ നൽകേണ്ട പ്രതിഫലമാണ് ജിസിയ. ഇനി മറ്റൊന്നുകൂടെ പറയട്ടെ, ഇങ്ങനെ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ പ്രദേശത്ത് ഒരു യുദ്ധമുണ്ടായി, ആ പ്രദേശത്തെ ശത്രു നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ആക്രമിച്ചു. ഈ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ആരാണ് യുദ്ധം ചെയ്യേണ്ടത്? ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട വ്യക്തി ആ നാടിനെ സംരക്ഷിക്കാൻ യുദ്ധത്തിനിറങ്ങേണ്ടതില്ല. അവരെപ്പോഴും സംരക്ഷിക്കേണ്ട ബാധ്യത ഇസ്ലാമിക സൈന്യത്തിനാണുള്ളത്. ഇസ്ലാം ബഹുസ്വരത എന്ന ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബഹുസ്വരതയെ ഇസ്ലാം എത്രമാത്രം അംഗീകരിക്കുന്നു എന്നും അതിനെ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്നും കണ്ടെത്താൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഇസ്ലാം വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്ന ബഹുസ്വരതയുടെയും മതേതരത്വത്തിന്റെയും ഒക്കെ അനർഘമായ സംഭാവനകളെ ഇന്ന് വേണ്ട വിധത്തിൽ പരിചയപ്പെടുത്താത്തത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സമൂഹത്തിന് ഏറെ തെറ്റിദ്ധാരണകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 22ാമത്തെ സൂറത്ത് അൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് തൗഹീദിന്റെ വിളംബരമാണ്. വിശുദ്ധ ഖുർആനിൽ ആരാധനകളുടെ പേരിൽ 2 സൂറത്തുകളാണുള്ളത്. ഒന്ന് 22ാമത്തെ സൂറത്ത് ഹജ്ജും മറ്റൊന്ന് സൂറത്ത് അൽ ജുമുഅയും 61ാമത്തെ സൂറത്ത്. ഈ സൂറത്ത് ഹജ്ജ് എവിടെ വെച്ച് നടക്കുന്നത്? ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കഅബാലയം, ആ കഅബാലയം അതിന്റെ പരിസരത്തുള്ള ചില പ്രദേശങ്ങളും അവിടെ വെച്ചാണല്ലോ ഈ തൗഹീദി വിളംബരത്തിന്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ആ ഹജ്ജിന്റെ പേരിലുള്ള സൂറത്തിൽ അതിന്റെ 40ാമത്തെ ആയത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക ആയത്തുണ്ട്. ഏതാണത്? വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും ബിബഅദ് ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസ്വലവാത്തുൻ വമസാജിദുൻ യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹ്. എന്താണ് ഇതിന്റെ അർത്ഥം? അള്ളാഹു ചില ആളുകളെ മറ്റു ചില ആളുകളെ കൊണ്ട് തടുത്തു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തെന്താ സംഭവിക്കുന്നത്? ലോകത്ത് വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകുമെന്നല്ല, ലോകത്ത് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നല്ല, നേരെ മറിച്ച് ലോകത്ത് ബഹുസ്വരത എന്നേക്കുമായി നഷ്ടപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ബഹുസ്വരതയുടെ അടയാളങ്ങളായ ചർച്ചുകൾ, ക്രിസ്ത്യൻ ആരാധനാ കേന്ദ്രങ്ങൾ, യഹൂദ ആരാധനാ കേന്ദ്രങ്ങൾ, സന്യാസി മഠങ്ങൾ, അവസാനമായി പറയുന്നു പള്ളികൾ. ഈ പള്ളികളും യഹൂദ കേന്ദ്രങ്ങളും ക്രിസ്ത്യൻ കേന്ദ്രങ്ങളും സന്യാസി മഠങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന ബഹുസ്വരതയുടെ നേർക്കുനേരെയുള്ള ഉദാഹരണങ്ങളാണ്. ഈ ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും അലാ ബഅദ്. ചിലരെ കൊണ്ട് ചിലരെ അള്ളാഹു പ്രതിരോധിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ. എന്താ ഇതിന്റെ അർത്ഥം? പള്ളികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പോലെ തന്നെ, നിലനിൽക്കേണ്ടതുപോലെ തന്നെയാണ് അമ്പലങ്ങളും
ക്ഷേത്രങ്ങളും ചർച്ചുകളും യഹൂദ ആരാധനാ കേന്ദ്രങ്ങളും ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കേണ്ടത്. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് അള്ളാഹു സ്വീകരിച്ചത്. അതല്ലാതെ ലോകത്ത് മുഴുവൻ പള്ളികൾ, ലോകത്ത് മുഴുവൻ ഇസ്ലാം മാത്രം മതി, അങ്ങനെയല്ല. എങ്ങനെയാണ് നമ്മൾ ഇസ്ലാം സ്വീകരിക്കേണ്ടത്? ബഹുസ്വരത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം ചിന്തിച്ചും പഠിച്ചുകൊണ്ട് സ്വീകരിക്കണമെന്ന് ഖുർആൻ പറയുന്നത്. ഇസ്ലാം സ്വീകരിക്കേണ്ടത് പാരമ്പര്യം കൈമാറിപ്പോകുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമോ നമ്മുടെ ഐശ്വര്യമോ ഒന്നുമല്ല. ഇസ്ലാം സ്വീകരണത്തിന്റെ മാനദണ്ഡം പഠനമാണ്. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈകഹും ഉലുൽ അൽബാബ്. സൂറത്ത് സുമറിന്റെ 17-18 ആയത്തുകളാണത്. എന്താണ് അതിന്റെ ആശയം? പ്രവാചക, താങ്കൾ ഒരു വിഭാഗം ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അവർ എല്ലാ വാക്കുകളെയും എല്ലാ വാചകങ്ങളെയും സശ്രദ്ധം കേൾക്കുന്നു. ലോകത്ത് ഇസ്ലാം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എങ്കിൽ, ബഹുസ്വരതയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എങ്കിൽ ഈ ആയത്തിന്റെ പ്രസക്തി എന്നോ ഇല്ലാതാകുമായിരുന്നു. അപ്പോൾ ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു കാലത്ത് മുസ്ലിങ്ങൾ എല്ലാം കേൾക്കുകയും എല്ലാം മനസ്സിലാക്കുകയും ഫയത്തബിഊന അഹ്സനഹു, അതിൽ നിന്ന് ബുദ്ധി ഉപയോഗിച്ച് ഏറ്റവും നല്ലതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി അതിനെ പിൻപറ്റുകയും ചെയ്യണം എന്നാണ് ഖുർആൻ പറയുന്നത്. അഫലാ താക്കിലൂൻ അഫലാ താലമൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ പഠിക്കുന്നില്ലേ എന്ന് ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ചിന്തിക്കുവാനും പഠിക്കുവാനും മറ്റെന്തൊക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ നിലക്കും നമ്മൾ നേരത്തെ പ്രവാചകന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞു. ഇന്ന് ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ സുഹൃത്തുക്കളാക്കാനോ അല്ലെങ്കിൽ അവരുമായി സൗഹൃദം സ്ഥാപിക്കുവാനോ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിലെ ഹിജ്റയെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുക? ഹിജ്റ പോകുന്നത് ജീവനും മരണവും നേർക്കുനേരെ കണ്ടുമുട്ടുന്ന ഒരു നിർണായക ഘട്ടമാണ്. ആ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്കുള്ള എളുപ്പവും സുരക്ഷിതവുമായ വഴി കാണിച്ചു കൊടുക്കാൻ വഴികാട്ടിയായി സ്വീകരിച്ചത് അബ്ദുല്ലാഹ് ബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ചരിത്രത്തിൽ എവിടെയും ഈ അബ്ദുല്ലാഹ് ബിൻ ഉറൈഖത്ത് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് നാം കാണുന്നുമില്ല. അമുസ്ലിങ്ങളുമായി ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുമായി ബന്ധം പുലർത്താൻ സാധിക്കുമോ? അവർ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമോ? അവരുമായി സഹവർത്തിത്വം പാടുണ്ടോ? യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാത്ത വിധം പ്രവാചകൻ തിരുമേനിയുടെ ഹിജ്റയുടെ ഈ പശ്ചാത്തലം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അക്കാലഘട്ടത്തിൽ മദീനയിലേക്ക് പല വഴികളുമുണ്ട്. യമൻ ഭാഗത്തിലൂടെയും അല്ലാത്ത ഭാഗത്തിലൂടെയും ഒക്കെ പോകാം. എന്നാൽ ജീവൻ അപകടത്തിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏറ്റവും സുരക്ഷിതമായ വഴിയായിരിക്കണം വേണ്ടത്. ആ വഴി കാണിച്ചു കൊടുക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്ന അബ്ദുല്ലാഹ് ബിൻ ഉറൈഖത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴികാട്ടിയായി സ്വീകരിച്ചത്. ഇനിയുമുണ്ട്. വിശുദ്ധ ഖുർആൻ പലപ്പോഴും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അവരെ ആശയതലത്തിൽ എതിർത്തിട്ടുണ്ട്. ഇങ്ങനെ എതിർക്കുമ്പോൾ തന്നെ അവരിലുള്ള നല്ല ഗുണങ്ങളെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാനിൽ ആ കാര്യം കാണാൻ സാധിക്കും. ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബിൽപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളും ഒരുപോലെയല്ല. അവരിൽ ആരുണ്ട്? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, രാത്രിയിൽ നമസ്കരിക്കുന്ന, റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ആയത്തിൽ പറയുന്നത് അവർ മുത്തക്കീങ്ങളാണ്. ഇങ്ങനെയുള്ള മുത്തക്കീങ്ങളുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 8-10 വിശേഷണങ്ങൾ, ഉന്നതമായ വിശേഷണങ്ങൾ അഹ്ലി കിതാബിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയതും കാണാൻ സാധിക്കും. അപ്പോൾ ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളോട് ആശയപരമായും മതപരമായുമുള്ള വിയോജിപ്പ് അറിയിക്കുന്ന പോലെ തന്നെ അവരിലുള്ള ഉത്തമ ഗുണങ്ങളെ ഖുർആൻ അംഗീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, നീതിയുടെ വിഷയം, നിങ്ങൾ ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പുണ്യം ചെയ്യണമെന്നും നീതി ചെയ്യണമെന്നും ഖുർആനിന്റെ കൽപ്പന മാത്രമായില്ല, ഖുർആൻ അതിന്റെ ഒരു പ്രയോഗതലം കാണിച്ചു കൊടുക്കുക ചെയ്തു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ജൂതൻ അകാരണമായി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. നിരപരാധിയായിരുന്നു അദ്ദേഹം.
അദ്ദേഹം ചെയ്യാത്ത ഒരു മോഷണ കേസിന്റെ പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ആ ജൂതന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഖുർആനിന്റെ സൂറത്തു നിസായിൽ അവതരിച്ചത്. ആ ആയത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നത് വലാ തകുൽ ലിൽ ഖായിനീന ഹസീമ, മുഹമ്മദേ, തർക്കിക്കുന്ന വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടി തർക്കിക്കുന്ന ആളായി താങ്കൾ മാറാൻ പാടില്ല. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു കളവ് കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ടു. അദ്ദേഹം പ്രതിയായി പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം മോഷണം നടത്തിയിരിക്കുന്ന കളവ് വസ്തു തൊട്ടടുത്ത ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, അദ്ദേഹമാണ് കളവ് നടത്തിയത്, കളവ് വസ്തു അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. പ്രവാചകന് നമ്മുടെ നാട്ടിലെ ചില ഔലിയാക്കന്മാർക്ക്, ഷെയ്ഖന്മാർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുള്ളതുപോലെ പ്രവാചകന് ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തിരുമേനി ജൂതനെതിരെ വിധി പറയുന്ന സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അപ്പോൾ ഒരു ബഹുമത സമൂഹത്തിൽ അല്ലെങ്കിൽ ബഹുസ്വരത നിലനിൽക്കുന്ന നാട്ടിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ, നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പുണ്യങ്ങൾ, നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട നീതി, ഇതൊക്കെ ഖുർആനിന്റെയും പ്രവാചക ചരിത്രത്തിന്റെയും ഇസ്ലാമിക ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവിടുത്തെ വിഷയം അലവി മൗലവി ബഹുസ്വരതക്ക് നൽകിയിരിക്കുന്ന, അതല്ലെങ്കിൽ ബഹുസ്വരതയും അലവി മൗലവിയും തമ്മിലുള്ള ഒരു വിഷയത്തെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ വേറിട്ട ഒരു സംസ്കാരവും അതുല്യമായ ഒരു ശൈലിയുമാണ് ഇതിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചത്. മഹാനായ അലവി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരേ സമയത്ത് ഖുർആനിന്റെ വ്യാഖ്യാതാവായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൃഹത്തായ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അത് തഫ്സീർ അമാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും ആ പരിഭാഷയിൽ മഹാനായ അലവി മൗലവിയെ പോലുള്ള, PK മൂസ മൗലവിയെ പോലുള്ള മഹാരഥന്മാരുടെ ഇൽമുകൾ, അവരുടെ അധ്വാനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നറിയാൻ സാധിക്കും. അപ്പോൾ അലവി മൗലവി ഒരേ സമയത്ത് ഒരു ഖുർആനിന്റെ വ്യാഖ്യാതാവായിരുന്നു. അവഗാഹമായ ആഴത്തിൽ പാണ്ഡിത്യമുള്ള അദ്ദേഹം, ഖുർആൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന, അതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്ന അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇതര മതസ്ഥരുമായുള്ള ബന്ധം, രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ബന്ധം, ദേശീയ പ്രസ്ഥാനമായുള്ള ബന്ധം, ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കണ്ടുകൂടാ, തൊട്ടുകൂടാ, അമുസ്ലിങ്ങളുള്ള വേദിയിൽ കയറിക്കൂടാ, ഈ നിലപാടായിരുന്നില്ല അദ്ദേഹത്തിന്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിലപാടെടുത്തിരുന്ന ചില കടുത്ത യാഥാസ്ഥികന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അലവി മൗലവിയെ പോലുള്ള ആളുകൾ ചെയ്തത് ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുവാൻ വേദികൾ കയറിയിറങ്ങി. നമ്മൾ അലവി മൗലവിയുടെ ചരിത്രം വായിക്കുമ്പോൾ തൗഹീദി പ്രഭാഷണത്തിന്റെയും വാദപ്രതിവാദത്തിന്റെയും ഖണ്ഡനമണ്ഡലത്തിന്റെയും വേദികൾ മാത്രമാണ് ചില ചരിത്രങ്ങളിൽ കാണുന്നത്. ബഹുമാന്യനായ ഗുരുനാഥൻ MN നദ്വി പറഞ്ഞതുപോലെ അത് ചരിത്രത്തിൽ നിന്ന് പല പേജുകളെയും പല അധ്യായങ്ങളെയും ബോധപൂർവമോ അല്ലാതെയോ കീറിക്കളഞ്ഞതുകൊണ്ട് സംഭവിച്ചതാണ്. അലവി മൗലവി ഒരു മേഖലയിൽ ആദർശത്തിന് വേണ്ടി പെടാപാട് നടത്തിയപ്പോൾ, ഖണ്ഡന പ്രസംഗത്തിന് വേണ്ടിയും വാദപ്രതിവാദത്തിന് വേണ്ടിയും നേരം വെളുക്കുന്നവരെയും സ്റ്റേജിൽ ചെലവഴിച്ചപ്പോൾ, അതുപോലെ തന്നെ മറുഭാഗത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അറിവിനെയും കഴിവിനെയും ഉപയോഗപ്പെടുത്തിയത് കാണാൻ സാധിക്കും. തൊട്ടടുത്ത നിലമ്പൂരിൽ കുട്ടിമാളയമ്മ വന്ന സന്ദർഭത്തിൽ അവരുമായി വേദി പങ്കിട്ടിരുന്ന ഒരു അധ്യായം അലവി മൗലവിയുടെ ജീവചരിത്രത്തിൽ കാണാൻ സാധിക്കും. അക്കാലഘട്ടത്തിൽ ഏറെ എതിർപ്പുണ്ടായി. കുട്ടിമാളവുമായി വേദി പങ്കിട്ടതിന്റെ പേരിൽ എതിർപ്പുണ്ടായി, പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായി. പക്ഷേ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഇസ്ലാം നിർദ്ദേശിച്ചിരിക്കുന്ന ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പോയത്. ബഹുമാന്യനായ ഞങ്ങളുടെ ഗുരുവര്യൻ അലവി മൗലവിയുടെ മകനുമായ അബ്ദുസ്സലാം മൗലവി, അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഓട്ടുപാറ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്, അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. എന്തായിരുന്നു അത്? മൗലവിയെ വധിക്കാൻ പദ്ധതിയിട്ടതായിരുന്നു. അലവി മൗലവിയെ വധിക്കാൻ വേണ്ടി, അങ്ങനെ വധിക്കാൻ വേണ്ടി
അദ്ദേഹത്തെ പദ്ധതിയിടുകയും അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം നമസ്കരിക്കണമെന്ന് പറയുകയും അതിന് സൗകര്യപ്പെടുത്തി കൊടുത്ത് അവസാനം കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടത്? അതിന്റെ പിന്നിലും ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും. ക്രൈസ്തവനായ ഒരു മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക ആൾക്കൂട്ടത്തെ കാണുന്നു. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ മഹാനായ അലവി മൗലവിയും കാണുന്നു. അലവി മൗലവി അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടാകുന്നത് ഒരു ദുസ്സൂചനയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ക്രൈസ്തവ സഹോദരൻ ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിക്കുന്നു. പോലീസ് എത്തി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ഈ ക്രൈസ്തവ സഹോദരന് അലവി മൗലവിയെ തിരിച്ചറിയാൻ സാധിച്ചത്? അത് മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം തൗഹീദി പ്രഭാഷണ വേദിയിൽ വെച്ച് അലവി മൗലവിയെ കണ്ട പരിചയമല്ല. നേരെ മറിച്ച് ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിന്റെ പരിപാടികളിൽ, അതുപോലെ സ്വാതന്ത്ര്യ സമര സന്ദേശം പ്രചരിപ്പിക്കുന്ന മേഖലകളിൽ, ആ മേഖലകളിൽ അലവി മൗലവിയുടെ നിറസാന്നിധ്യം അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചത്. ഇന്ന് ഇങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകൾ കഷ്ടപ്പെട്ട് നേടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു, ആ സ്വാതന്ത്ര്യം വേണ്ടുവോളം ആസ്വദിച്ചുകൊണ്ട് പറയുന്നു, ഇതുപോലുള്ള ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുമായുള്ള സമ്പർക്കവും സഹവാസവും സഹവർത്തിത്വവും അത് അനിസ്ലാമികമാണ് എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ അവർ പറയുന്ന ഈ സ്വാതന്ത്ര്യം പോലും ഇതുപോലെ ബഹുസ്വരതയെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ സാധ്യതയെ പരമാവധി നേടിയെടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് നാം നേടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. എല്ലാ മേഖലയും ഇത് കാണാൻ സാധിക്കും. അക്കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുമ്പോൾ ആരായിരുന്നു അവിടെ പ്രഭാഷണങ്ങൾ പരിഭാഷപ്പെടുത്തി കൊടുത്തത്? ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് പല നേതാക്കന്മാരും വരുമ്പോൾ അവിടെ പ്രഭാഷണങ്ങൾ പരിഭാഷപ്പെടുത്തി കൊടുക്കും. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ അവരുടെ പ്രഭാഷണങ്ങൾ പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭാഷാ പണ്ഡിതന്മാരുണ്ട്, പ്രഭാഷകന്മാരുണ്ട്. എന്നാൽ അലവി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാര് പ്രഭാഷണത്തിന് വരുമ്പോൾ അവരുടെ പ്രഭാഷണങ്ങൾ പലപ്പോഴും പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ പോലും ഇദ്ദേഹത്തെ ആയിരുന്നു വിളിച്ചത്. ഭാഷാ പാണ്ഡിത്യം, ഒരുപാട് ഭാഷകൾ, മാതൃഭാഷയ്ക്ക് പുറമെ അറബിക്ക് പുറമെ ഉറുദുവും ഹിന്ദിയും തുടങ്ങിയിരിക്കുന്ന ധാരാളം ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായി എന്നതും ശുദ്ധമായ മലയാളം വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിയുമെന്നതും ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയ വേദികളിൽ അഖിലേന്ത്യാ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളെ പരിഭാഷപ്പെടുത്തുവാൻ അദ്ദേഹത്തെ യോഗ്യനാക്കി തീർത്തു. അപ്പോൾ ബഹുസ്വരതയെ എങ്ങനെ ഉൾക്കൊള്ളാം, മതേതരത്വത്തിന്റെ സാധ്യതയെ എത്ര വരെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഇത് എത്രമാത്രം ഈ രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കാം എന്നതിന്റെ തത്വങ്ങൾ മാത്രമായിരുന്നില്ല, പ്രയോഗവും അലവി മൗലവിയുടെ ജീവിതത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് കേവലം അലവി മൗലവിയുടെ ജീവിതം മാത്രമല്ല, കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങി വച്ചിരിക്കുന്ന മുൻഗാമികളായ ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ജീവിതം ഇപ്പറഞ്ഞ രൂപത്തിലായിരുന്നു. അക്കൂട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് മഹാനായ വക്കം അബ്ദുൽ ഖാദിർ മൗലവി. വക്കം അബ്ദുൽ ഖാദിർ മൗലവി 1905 തിരുവനന്തപുരത്ത് പ്രസ് തുടങ്ങി, സ്വദേശാഭിമാനിയുടെ പ്രസ്. ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് 1 ഏക്കർ സ്ഥലത്തിന് 100 രൂപയായിരുന്നു. 1 ഏക്കർ സ്ഥലത്തിന് 100 രൂപയായിരുന്നു. അന്ന് അദ്ദേഹം 12,000 രൂപ മുടക്കിക്കൊണ്ടാണ് പ്രസ് തുടങ്ങിയത്. പ്രസ് തുടങ്ങി എന്തിനു വേണ്ടിയായിരുന്നു? ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ, ഈ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് ദിശാബോധം നൽകാൻ. നമ്മുടെ രാജ്യത്തെ വൈദേശിക ശക്തികൾ കടന്നാക്രമിക്കുകയും ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തപ്പോൾ, നമ്മെ അടിമകളാക്കി വെച്ചപ്പോൾ, സ്വാതന്ത്ര്യത്തിന്റെ വില പറഞ്ഞുകൊണ്ട് മാതൃരാജ്യത്തിന് സേവനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു വക്കം അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പ്രസ്സും പത്രവും ആരംഭിച്ചത്. ആ പത്രത്തിന്റെ പത്രാധിപർ ആരൊക്കെയായിരുന്നു? മഹാനായ രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് നമ്മൾ കേട്ടത്.
രാമകൃഷ്ണപിള്ളയെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയതാരാണ്? അത് വക്കം മൗലവിയുടെ സ്വദേശാഭിമാനി പത്രമാണ്. അതിനു മുൻപ് ആ പത്രത്തിന്റെ ഒന്നാമത്തെ പത്രാധിപർ CP ഗോവിന്ദൻ പിള്ളയായിരുന്നു. ഈ CP ഗോവിന്ദൻ പിള്ളയും രാമകൃഷ്ണപിള്ളയും ഒക്കെ മുസ്ലിങ്ങളായിരുന്നു. ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ, മതേതര സാഹചര്യത്തിൽ ജീവിക്കുന്ന, ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളാണ് ഈ പറഞ്ഞതൊക്കെ. അക്കാലഘട്ടത്തിൽ തന്നെ ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ ആദ്യമായി നമ്മുടെ കേരളത്തിലേക്ക് ഒരു വിദേശ ന്യൂസ് ഏജൻസിയായ റോയിട്ടറിൽ നിന്ന് വാർത്ത സ്വീകരിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് വക്കം മൗലവിയുടെ സ്വദേശാഭിമാനി പത്രമായിരുന്നു. അത്രയേറെ കഴിവുകളെയും സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുൻഗാമികളായ ആളുകൾ മുന്നോട്ട് പോയത്. പക്ഷെ ഇന്ന് കാലഘട്ടത്തിന്റെ കറക്കത്തിൽ ഏതൊരു സമൂഹത്തിനും സംഭവിക്കാൻ സാധ്യതയുള്ള ആദർശപരമായ ഒരു പിന്തിരിപ്പൻ, ഒരു പുറകോട്ട് പോക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾക്കെങ്കിലും സംഭവിച്ചു. അതിന്റെ ഫലമായി അവർ നടത്തുന്ന പ്രഭാഷണങ്ങളിലാകട്ടെ, അവരുടെ ക്ലാസുകളിലാകട്ടെ, ബഹുസ്വരതയെ പാടെ നിരാകരിക്കുകയോ മതേതരത്വത്തെ പാടെ നിഷേധിക്കുകയോ ചെയ്യുന്ന പ്രഭാഷണങ്ങൾ, സന്ദേശങ്ങൾ ഉയർന്നു വന്നു. ഇതാകട്ടെ നാം ജീവിക്കുന്ന കേരളക്കരയിൽ വലിയ ചർച്ചയാവുകയും മുസ്ലിങ്ങളെ മൊത്തത്തിൽ സംശയത്തിന്റെ രൂപത്തിൽ കാണുകയും ചെയ്തു. ഇതിന് മുഴുവൻ വില കൊടുക്കേണ്ടി വരുന്നത് മുസ്ലിം സമൂഹമാണ്. ഇത് ഉണ്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഈ സമൂഹത്തോട് ചെയ്യാനുണ്ട്. ഈ സമൂഹത്തോട് ചെയ്യാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ, നമ്മൾ മാത്രം അധ്വാനിച്ചാൽ അതെവിടെയും എത്തില്ല. രാജ്യത്ത് വളർന്നു വരുന്ന ഭീകരതയും വർഗീയതയും അതുപോലെ തന്നെയുള്ള വർഗീയ കലാപങ്ങളുമൊക്കെ ഫലപ്രദമായി നമുക്ക് ചെറുക്കാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ബഹുസ്വരതയും മതേതരത്വവും നിലനിൽക്കണം. നമുക്ക് ഉയർത്താനുള്ള ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് അത് ബോംബോ തോക്കോ അല്ല, അത് കായികാഭ്യാസം പഠിച്ചിരിക്കുന്ന യുവജനങ്ങളുടെ കൂട്ടായ്മയുമല്ല. നേരെ മറിച്ച് നമ്മുടെ, പ്രത്യേകിച്ച് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളും ദലിതന്മാരും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇവിടെയുള്ള ബഹുസ്വരതയെയും മതേതരത്വത്തെയും ശക്തിപ്പെടുത്തലാണ്. മതേതരത്വവും ബഹുസ്വരതയും എവിടെയാണ് ദുർബലമാകുന്നത്, ആ സന്ദർഭത്തിലാണ് വർഗീയത ഉണ്ടാകുന്നത്, ഫാസിസ്റ്റുകൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. ഫാസിസ്റ്റുകളുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നതും മതേതരത്വത്തെയും ബഹുസ്വരതയെയും ദുർബലപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഈ സമകാലിക സാഹചര്യത്തിൽ മുത്തലാഖുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏക സിവിൽ കോഡിനെ പ്രത്യേകമായി ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ആ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ സർവേകൾ നടത്തുന്നതുമൊക്കെ മുസ്ലിം സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടോ മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കുവാനുള്ള, അവർക്ക് സംരക്ഷണം കൊടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല. നിരപരാധികളായ ഒട്ടനവധി മുസ്ലിം സഹോദരിമാർ ഒരു കാരണവുമില്ലാതെ തൃശൂരത്തെ കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും പൂർണ്ണ ഗർഭിണികളുടെ വയറ് വെട്ടിപ്പിളർത്തി ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് ആളിക്കത്തുന്ന തീയിൽ ചുട്ടുകരിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾ ഇന്ന് അന്നൊന്നും കാണിക്കാത്ത മുസ്ലിം സ്ത്രീകളുടെ സ്നേഹം ഈ പറഞ്ഞിരിക്കുന്ന മുത്തലാഖിന്റെയും ഏക സിവിൽ കോഡിന്റെയും പേരിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ത് എന്ന് മനസ്സിലാക്കാൻ വകതിരിവുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ. ഈ ഫാസിസ്റ്റുകളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ അതിശക്തമായ രൂപത്തിൽ പരാജയപ്പെടുത്താൻ നേരത്തെ പറഞ്ഞ പോലുള്ള മതേതരത്വത്തെ ശക്തിപ്പെടുത്തൽ മാത്രമാണ് പരിഹാരം. ബഹുസ്വരതയെ കൂടുതൽ ഊട്ടിയുറപ്പിക്കണം. ഒരു അധ്യാപക സുഹൃത്ത് ഒരു ചെറിയ യാത്രക്കിടയിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു അനുഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 5ാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്രം എടുക്കുന്ന അധ്യാപകൻ ക്ലാസ്സിൽ പോയി കുട്ടികളോട് ചോദിച്ചു, അല്ല മക്കളെ, ഗാന്ധി വധത്തിന്റെ പിന്നിലുള്ള ഉത്തരവാദി ആരാണ്? ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും പറഞ്ഞു, ഗാന്ധിയെ വെടിവെച്ച് കൊന്നിരിക്കുന്ന നാഥുറാം ഗോഡ്സെയാണ് കുറ്റക്കാരൻ. പക്ഷെ 2 കുട്ടികൾ മാത്രം പറഞ്ഞു, ഗാന്ധി കൊല്ലപ്പെടേണ്ടതാണ്, ഗാന്ധിജിയെ കൊല്ലേണ്ടതാണ്. ആരാണ് ഈ ഉത്തരം പറയുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ ചികഞ്ഞന്വേഷിച്ചതിനു ശേഷം ഒരു ചരിത്രപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല കുട്ടികൾ ആ ഉത്തരം പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രാഷ്ട്രത്തിന്റെ പിതാവ് ഗാന്ധി കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറയാൻ ധൈര്യം വന്നത്?
അവിടെയാണ് രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ കേവലം മെഴുകുതിരിവട്ടത്തിൽ മാത്രം നടക്കുന്ന പല ക്ലാസ്സുകളിലൂടെയും യോഗകളിലൂടെയും ശാഖകളിലൂടെയും ഒക്കെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിനെ പോലും എത്രമാത്രം വർഗീയവൽക്കരണത്തിന് വിധേയമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വരും കാലഘട്ടങ്ങളിൽ വർഗീയ കലാപങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ചേരികളായിരിക്കില്ല, അത് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സുമായിരിക്കും, അത് ചിലപ്പോൾ LKG യും UKG യും ആയിരിക്കും. എന്താണ് കാരണം? വർഗീയതയുടെ വിഷലിപ്തമായ ചിന്തകൾ ചെറിയ കുട്ടികളുടെ മനസ്സിൽ പോലും അതിവിദഗ്ധമായി കുത്തിവെക്കുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ബഹുസ്വരത കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന, മതേതരത്വത്തിന് കൂടുതൽ ശക്തി പകരാൻ സാധിക്കുന്ന ഖുർആനും പ്രവാചക സുന്നത്തുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളായ അലവി മൗലവിയെപ്പോലുള്ള മഹാരഥന്മാർ കാണിച്ചു തന്നിരിക്കുന്ന വിവേകത്തിന്റെയും പക്വതയുടെയും മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ്. ഈ വിഷയ സംബന്ധമായി കൂടുതൽ കൂടുതൽ ഇനിയും പഠിക്കുവാനും ബഹുസ്വരതയെ സംബന്ധിച്ച്, മതേതരത്വത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ ആഴത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെ സമൂഹത്തിന് കൂടുതൽ കൈമാറുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. മിനിഞ്ഞാന്ന് മരണപ്പെട്ട് ഇന്ന് കബറടക്കം നടത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് പന്തലിങ്ങൽ ഷാജി സ്വലാഹിക്ക് അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ രൂപത്തിലൊക്കെ ചിന്തിക്കുവാനും പറയുവാനും കേരളത്തിൽ അഭിമാനത്തോടുകൂടെ പ്രവർത്തിക്കുവാനും ഒക്കെ വഴിയൊരുക്കിയിരിക്കുന്ന മഹാന്മാരായ അലവി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാരഥന്മാർക്ക് അവരുടെ എല്ലാ ത്യാഗങ്ങൾക്കും അള്ളാഹു അതിമഹത്തായ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും. Tune Islah. Turn to the right path. Tune of Islah. Online Islamic channel. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയകളുടെയും അനന്ത സാധ്യതകളെ ഇസ്ലാമിക പ്രബോധനത്തിനും ആശയ വിനിമയത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ അതിപ്രസരവുമായുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് ജനങ്ങളെ വഴി നടത്താനുള്ള ഒരു നൂതന സംരംഭം. ട്യൂൺ ഓഫ് ഇസ്ലാഹ്. Online Islamic channel. ഇസ്ലാഹി സമ്മേളനങ്ങളുടെ തത്സമയ സംപ്രേഷണങ്ങൾ, പ്രഭാഷണ വീഡിയോകൾ, ആനുകാലിക വിഷയങ്ങളിലെ ഇസ്ലാമിക നിലപാടുകൾ. For more Islamic speeches, please subscribe our YouTube channel. To get more latest updates, please like our Facebook page. Tune of Islah. Online Islamic channel.